നമുക്കറിയാം, ഈ ഒരു കാലഘട്ടം വളരെയധികം പ്രതിസന്ധികളിലൂടെയും പലവിധ തകർച്ചകളുടെയും നമ്മെ ഒരുപാട് ബുദ്ധിമുട്ടിപ്പിക്കുന്ന പ്രതിസന്ധികളും സഹനങ്ങളും പരാജയങ്ങളും ദുരിതങ്ങളെല്ലാം കടന്നു വരുന്ന നാളുകളാണ്. ഈ ഒരു കാലഘട്ടത്തിൽ അസാധാരണമായൊരു വിശ്വാസം നമുക്ക് ആവശ്യമുണ്ട് സഹോദരങ്ങളെ. കർത്താവിൻ്റെ പരിപാലനയിലുള്ള വിശ്വാസം, കർത്താവിൻ്റെ സത്യവചനങ്ങളിലുള്ള വിശ്വാസം, മാറ്റമില്ലാത്ത അവിടുത്തെ വാഗ്ദാനങ്ങളിലുള്ള വിശ്വാസം, നിരന്തരമായ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളിലുള്ള വിശ്വാസം നമുക്ക് വർദ്ധിച്ചു വർദ്ധിച്ചു വരേണ്ട സമയമാണിത്. പ്രതിസന്ധികളിലും തകർച്ചകളിലും നമ്മെ ഒരുപാട് ബലപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ വചനമാണ്. എൻ്റെ നീതിമാൻ വിശ്വാസം മൂലം ജീവിക്കുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവർ ജീവിക്കുന്നത് ദൈവ പരിപാലനം മൂലമാണ്. കർത്താവിൻ്റെ പരിപാലനയിൽ ജീവിക്കേണ്ട ആളുകളിലേക്ക് നമ്മൾ കൂടുതൽ പ്രവേശിച്ചിരിക്കുകയാണ് സഹോദരങ്ങളെ. ഈ ലോകത്തിൽ നമുക്ക് ഒരുപാട് പ്രത്യാശിക്കാൻ വകയില്ലാത്ത വിധം ഇന്ന് ഈ ലോകം വളരെ കലുഷിതമാണ്. സമാധാനമില്ലാത്ത, സ്നേഹം നഷ്ടപ്പെട്ടു പോയ, എല്ലായിടങ്ങളിലും തകർച്ചകളും വിനാശങ്ങളും അരാജകത്വങ്ങളും പാപമ്ലേച്ഛതകളും അതുപോലെ വർദ്ധിച്ചു 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 വരുന്ന നാളുകൾ. ഈ ഒരു സമയത്തിൽ ദൈവജനത്തെ ആശ്വസിപ്പിക്കുന്നത് കർത്താവിൻ്റെ ജീവനുള്ള വചനമാണ്, സത്യത്തിൻ്റെ വചനം. ഈ വചനങ്ങളിൽ നമുക്ക് പ്രത്യാശ അർപ്പിക്കാം. പരിശുദ്ധ കുർബാനയിൽ നമുക്ക് കൂടുതൽ വിശ്വാസമുള്ളവരാകാം. പരിശുദ്ധാത്മ പ്രവർത്തനങ്ങളിൽ നിരന്തരം നമുക്ക് ആശ്രയിക്കാം. എൻ്റെ സഹോദരങ്ങളെ, യെശയ്യാ പ്രവചനം 30 അധ്യായം 18 വചനത്തിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, അതിനാൽ നിന്നോട് ഔദാര്യം കാണിക്കാൻ കർത്താവ് കാത്തിരിക്കുന്നു, നിന്നോട് കാരുണ്യം പ്രദർശിപ്പിക്കാൻ അവിടുന്ന് തന്നെ തന്നെ ഉയർത്തുന്നു. എന്തെന്നാൽ കർത്താവ് നീതിയുടെ ദൈവമാണ്, അവിടത്തേക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ ഭാഗ്യവാന്മാർ. നിന്നോട് ഔദാര്യം കാണിക്കാൻ കർത്താവ് കാത്തിരിക്കുന്നു, നിന്നോട് കാരുണ്യം പ്രദർശിപ്പിക്കാൻ കർത്താവ് നോക്കിയിരിക്കുകയാണ്. കഷ്ടതയുടെ നാളുകളിൽ ഇന്ന് ഒരുപാട് ദൈവമക്കള് കൊടിയ പ്രതിസന്ധിയിലാണ്. സാമ്പത്തികമായി ഒത്തിരി മക്കൾ ഇന്ന് തകർന്നിരിക്കുകയാണ്. ഷക്കീനയുടെ ഓഫീസിലേക്ക് ഓരോ ദിവസവും അനേകം ഫോൺ കോളുകളിൽ വരുന്നതിൽ നല്ലൊരു ശതമാനം സാമ്പത്തികമായ പ്രതിസന്ധിയിൽപ്പെട്ട്, സാമ്പത്തിക കെണികളിൽപ്പെട്ട് നട്ടം തിരിയുന്ന ആയിരക്കണക്കിനല്ല 10,000-കണക്കിന് കുടുംബങ്ങൾ നമ്മുടെ മധ്യയുണ്ട് സഹോദരങ്ങളെ. കുടുംബ തകർച്ചകൾ, ഡിവോഴ്സുകൾ, മക്കളെക്കുറിച്ചുള്ള ആകുലതപ്പെട്ട് കണ്ണീരൊഴുക്കുന്ന മാതാപിതാക്കൾ, എല്ലാം നഷ്ടപ്പെട്ടു പോയവർ, ജീവിതത്തിൽ പ്രതീക്ഷ അറ്റുപോയവർ എന്ന് വേണ്ട നിരവധി പ്രതിസന്ധികളുമായി ഭാരത്തോടെ ജീവിക്കുന്ന ഒരുപാട് ജീവിതങ്ങൾ നമ്മോടൊപ്പമുണ്ട്. എൻ്റെ സഹോദരങ്ങളെ, ഈ സമയം നമ്മുടെ യൂട്യൂബിൽ ആ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ കമൻറ്റ് ചെയ്യുക. നമുക്ക് ഒത്തിരിയേറെ പ്രാർത്ഥന ആവശ്യങ്ങളുണ്ട്. അതെന്തുമാവട്ടെ വിശ്വാസത്തോടെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് തൻ്റെ പരിപാലനയുടെ കരങ്ങൾ നമുക്കായി നീട്ടിത്തരും. ഒപ്പം ഷക്കീനയുടെ ആ പ്രാർത്ഥന നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൾ ചെയ്യാം. ഓഫീസ് ടൈമുകളിൽ നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുക. 24 മണിക്കൂറും പരിശുദ്ധ കുർബാനയുടെ സന്നിധിയിൽ നിരന്തരം പ്രാർത്ഥിക്കുന്ന ഒരു മധ്യസ്ഥ പ്രാർത്ഥന ടീം നമുക്കുണ്ട്. നിങ്ങൾക്ക് ഏത് സമയത്തും അത് ടെക്സ്റ്റ് ചെയ്യാം, നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കാം. എൻ്റെ സഹോദരങ്ങളെ, ഈ ഒരു പ്രതിസന്ധിയുടെ നിമിഷങ്ങളിൽ പ്രത്യാശ നഷ്ടപ്പെട്ടു പോകുന്ന ഈ ഒരു സമയത്ത്
തൻ്റെ ജനത്തോട് പരിശുദ്ധാത്മാവ് സംസാരിക്കുകയാണ്. നിന്നോട് ഔദാര്യം കാണിക്കാൻ കർത്താവ് കാത്തിരിക്കുന്നു. നിന്റെ ആവശ്യങ്ങളിലും നിന്റെ പ്രതിസന്ധികളിലും നിന്നെ സഹായിക്കുവാനായി, നിന്നോട് കാരുണ്യം പ്രകടമാക്കുവാൻ കർത്താവ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ്. അവിടുന്ന് നീതിയുടെ ദൈവമാണ്. ആരെല്ലാം കർത്താവിനായി കാത്തിരിക്കുന്നുവോ അവരെല്ലാം അനുഗ്രഹീതരാണ്. ഹല്ലേലൂയ, ബ്ലെസ്സഡ് ആണെന്ന് കർത്താവിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. കർത്താവിനെ കാത്തിരിക്കുന്ന സമയം അത് വേസ്റ്റ് അല്ല സഹോദരങ്ങളെ. കർത്താവിനെ തേടുന്ന സമയങ്ങൾ അത് പാഴല്ല, അതിന് വലിയ പ്രതിഫലമുണ്ട്. ദൈവം ആ സമയങ്ങൾ വളരെയധികം ആദരിക്കുന്നുണ്ട്. അവർ അനുഗ്രഹീതരെന്ന് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നു. വീണ്ടും 30-ാം അധ്യായം 20-ാം വചനത്തിൽ പരിശുദ്ധ വചനം പറയുന്നു, കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിന്റെ ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല. നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കും. എൻ്റെ സഹോദരങ്ങളെ, ഈ വിശ്വാസ ജീവിതത്തിൽ കഷ്ടതകളുണ്ട്, ക്ലേശങ്ങളുണ്ട്, ദുരിതങ്ങളുണ്ട്. കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിന്റെ ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല. കർത്താവ് മാറിപ്പോകുന്നവനല്ല. 91-ാം സങ്കീർത്തനം പഠിപ്പിക്കുന്നുണ്ട്, കഷ്ടതയുടെ കാലത്ത് ഞാൻ നിന്നോട് ചേർന്ന് നിൽക്കും. ഞാൻ നിന്നോട് ചേർന്ന് നിൽക്കും. ഓ, എത്ര ശക്തമായ വചനമാണിത്. നമ്മോട് ചേർന്ന് നിൽക്കുന്ന ദൈവം. കഷ്ടപ്പാട് വരുമ്പോൾ മാറിപ്പോകുന്നവര് അത് മനുഷ്യരാണ്, അത് മനുഷ്യന്റെ സ്വഭാവമാണ്. എന്നാൽ തന്നെ സ്നേഹിക്കുന്നവരെ ചേർത്ത് പിടിച്ച് അവരോടൊപ്പം നിന്ന് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കർത്താവിന്റെ വിശ്വസ്തതയാണ് ഈ വചനങ്ങളിൽ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരുന്നത്. കർത്താവ് മറഞ്ഞിരിക്കുകയില്ല, മാറിപ്പോവുകയില്ല. നിന്റെ കഷ്ടതയുടെ നാളുകളിൽ, ക്ലേശ സമയങ്ങളിൽ. 21-ാം വചനം വീണ്ടും നമ്മളെ പഠിപ്പിക്കുന്നു, നീ വലത്തോട്ട് ഇടത്തോട്ട് തിരിയുമ്പോൾ നിന്റെ കാതുകൾ പിന്നിൽ നിന്നൊരു സ്വരം ശ്രവിക്കും, ഇതാണ് വഴി, ഇതിലേ പോവുക, ഇതിലേ പോവുക. ഇതാണ് വഴി, ഇതിലേ പോവുക. എന്തു ചെയ്യണം, ഏതു ചെയ്യണം എന്നറിയാതെ ജീവിതം വഴിമുട്ടി നിൽക്കുമ്പോൾ എൻ്റെ സഹോദരങ്ങളെ, എത്രയോ അത്ഭുതകരമായി പലപ്പോഴും കർത്താവ് നമ്മോട് സംസാരിച്ചിട്ടില്ലേ? സംസാരിച്ചിട്ടുണ്ട്. തൻ്റെ പരിശുദ്ധ വചനങ്ങളിലൂടെ കർത്താവ് നമ്മോട് സംസാരിച്ചിട്ടുണ്ട്. ചിലർ പറഞ്ഞു കേട്ടിട്ടില്ലേ, ഞാൻ വചനം പ്രാർത്ഥിച്ചു വചനം തുറന്നപ്പോൾ കൃത്യവചനം എനിക്ക് കിട്ടി. പോകേണ്ട വഴി ആ വചനത്തിലൂടെ ഈശോ പറഞ്ഞു തന്നു. പലപ്പോഴും തൻ്റെ പ്രവാചകന്മാരിലൂടെ നമ്മൾ പോകേണ്ട വഴി കർത്താവ് നമുക്ക് പറഞ്ഞു തരും. തൻ്റെ അഭിഷിക്തന്മാരിലൂടെ പറഞ്ഞു തരുന്നു. നമ്മുടെ ജീവിതത്തിന് ചില സാഹചര്യങ്ങളിലൂടെ ദൈവം നമ്മോട് സംസാരിക്കുന്നു. നമ്മൾ എങ്ങോട്ട് തിരിയണം, നമ്മൾ എപ്രകാരം പ്രവർത്തിക്കണം, നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, കൃത്യം കർത്താവ് പറഞ്ഞു തരികയാണ്. നീ ഇടത്തോട്ടോ വലത്തോട്ട് തിരിയുമ്പോൾ നിന്റെ കാതുകൾ ഒരു സ്വരം ശ്രവിക്കും, ഇതാണ് വഴി, മകനെ മകളെ ഇതിലൂടെ പോവുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര വിശ്വസ്തനാണ് നമ്മുടെ കർത്താവ്, എത്ര വിശ്വസ്തനാണ്. പറയപ്പെട്ടവരെ, നമ്മുടെ കാലുകൾ കുടുക്കിൽപ്പെടാതെ നിരന്തരം കർത്താവ് നമ്മെ സൂക്ഷിക്കുന്നു. നമ്മൾ തകർന്നു പോകാൻ, നശിച്ചു പോകാൻ ഒരിക്കലും കർത്താവ് അനുവദിക്കില്ല. സഹോദരങ്ങൾ, തൻ്റെ വാഗ്ദാനങ്ങളോട് കർത്താവ് വിശ്വസ്തനാണ്. ഞാൻ വീണ്ടും വീണ്ടും എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, പ്രതിസന്ധിയുടെ സമയങ്ങളിൽ, വേദനയുടെ നിമിഷങ്ങളിൽ, പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോകുന്ന ജീവിത സാഹചര്യങ്ങളിൽ, ചുട്ടുപൊള്ളുന്ന സഹനങ്ങളിൽ നമ്മൾ എന്തു ചെയ്യണം? കർത്താവിൻ്റെ വാഗ്ദാനങ്ങളിലേക്ക് നോക്കണം. ഈ പരിശുദ്ധ ബൈബിൾ മുഴുവൻ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന പ്രോമീസുകളാണ്, വാഗ്ദത്തങ്ങളാണ്. ഈ വാഗ്ദാനങ്ങൾ ഒരിക്കലും മാറിപ്പോവില്ല. തൻ്റെ വാഗ്ദാനങ്ങളോട് വിശ്വസ്തനാണ് നമ്മുടെ കർത്താവ്. എൻ്റെ സഹോദരങ്ങൾ, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ, ശുശ്രൂഷയുടെ ബന്ധത്തിലൊക്കെ എന്നെ ഒരുപാട് ബലപ്പെടുത്തുന്നത് കർത്താവിൻ്റെ പ്രോമീസുകളാണ്, കർത്താവിൻ്റെ വാഗ്ദത്തങ്ങളാണ്. പലപ്പോഴും ഒരുപാട് കൺഫ്യൂഷൻസ് നമുക്ക് വരും, സംശയങ്ങൾ വരും, ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകും.
ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ പലപ്പോഴും നമ്മൾ പകച്ചു പോകുന്ന ജീവിത സാഹചര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. ഈ ഒരു സമയത്ത് പ്രിയ ദൈവത്തിന്റെ പൈതലേ, കർത്താവിന്റെ വാഗ്ദാനങ്ങളെ മുറുകെ പിടിക്കുക. കർത്താവിന്റെ വാഗ്ദത്തങ്ങളിലേക്ക് പ്രത്യാശയോടെ നോക്കുക. ദൈവം നമ്മോട് സംസാരിക്കും. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. 145 സങ്കീർത്തനം 13 വചനത്തിൽ സങ്കീർത്തന വചനം പറയുന്നു, അവിടുത്തെ രാജ്യത്വം ശാശ്വതമാണ്, അവിടുത്തെ ആധിപത്യം തലമുറകളോളം നിലനിൽക്കുന്നു. കർത്താവ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനും പ്രവൃത്തികളിൽ കാരുണ്യവാനുമാണ്. നമ്മുടെ കർത്താവ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവമാണ്. ഹല്ലേലൂയ. അവൻ വിശ്വസ്തനാണ്, വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. സഹോദരങ്ങളെ, കർത്താവിൻ്റെ വാഗ്ദാനങ്ങൾ മുറുകെ പിടിക്കണം. എല്ലാം നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ള ജീവിതത്തിൻ്റെ കൈപ്പേറിയ അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും കർത്താവിൻ്റെ വാഗ്ദാനങ്ങൾ മുറുകെ പിടിക്കുക. ആ പ്രോമിസ് മുറുകെ പിടിക്കുക. ആരൊക്കെ നിന്നെ ഉപേക്ഷിച്ചു പോയാലും, ആരൊക്കെ നിന്നെ അവഗണിച്ചാലും, ആരെല്ലാം നിന്നെ ഒറ്റപ്പെടുത്തിയാലും നിന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവമുണ്ട്. അവന്റെ തിരുമുഖത്തേക്ക് പ്രത്യാശയോടെ നോക്കണം. കർത്താവ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണെന്ന് ഈ സങ്കീർത്തന വചനം പഠിപ്പിക്കുക. വീണ്ടും 119 സങ്കീർത്തനം 147 വചനം ശ്രദ്ധിച്ച് ഉച്ചത്തിൽ വായിച്ച്, അതിരാവിലെ ഞാൻ ഉണർന്ന് സഹായത്തിനു വേണ്ടി നിലവിളിക്കുന്നു, ഞാൻ അങ്ങയുടെ വാഗ്ദാനത്തിൽ പ്രത്യാശയർപ്പിക്കുന്നു. സങ്കീർത്തകൻ പറയുകയാണ്, എൻ്റെ കർത്താവേ, എൻ്റെ പ്രത്യാശ മുഴുവൻ എൻ്റെ കർത്താവിൻ്റെ വാഗ്ദാനങ്ങളിലാണ്. എൻ്റെ പ്രതിസന്ധികളിൽ, എൻ്റെ ഞെരുക്കങ്ങളിൽ, എൻ്റെ കഷ്ടതകളിൽ, എൻ്റെ ബുദ്ധിമുട്ടുകളിൽ എൻ്റെ പ്രത്യാശ മുഴുവൻ എൻ്റെ കർത്താവിൻ്റെ വാഗ്ദാനങ്ങളിലാണ്. ഹല്ലേലൂയ. ആരെല്ലാം ഈ വാഗ്ദാനങ്ങളിൽ പ്രത്യാശ വയ്ക്കുന്നുവോ അവർ നശിച്ചു പോവില്ല സഹോദരങ്ങളെ. ആ കുടുംബം തകർന്നു പോവില്ല, ആ മക്കൾ വഴിതെറ്റി പോവില്ല, ആ തലമുറ കെട്ടുപോവില്ല. കർത്താവ് അവരെ നിരന്തരം പരിപാലിക്കും. അത് കുടുംബമാകാം, വ്യക്തിയാകാം, അത് മിനിസ്ട്രികളാകാം, കർത്താവ് രൂപം കൊടുത്ത കൂട്ടായ്മകളാകാം, ശുശ്രൂഷ കേന്ദ്രങ്ങളാകാം, ശുശ്രൂഷ ഇടങ്ങളാകാം. അതെല്ലാം നിലനിന്നു പോകാൻ, അതിനെ നിലനിർത്തുവാൻ കർത്താവിന്റെ കരങ്ങൾ അതിനോടൊപ്പമുണ്ട്. എൻ്റെ പ്രത്യാശ എൻ്റെ കർത്താവിൻ്റെ വാഗ്ദാനങ്ങളിലാണ്. പരിശുദ്ധ ബൈബിളിൽ വളരെ ശക്തമായൊരു പ്രോമിസ് ഉണ്ട്. ഏതാണ് ആ പ്രോമിസ്? എത്ര പേർക്ക് ഇത് പറയാൻ പറ്റും? ഏതാ ഈ പ്രോമിസ്? നമ്മൾ അനേകം പേർക്ക് അറിയാവുന്നൊരു വചനമാണല്ലേ. പക്ഷെ പൗലോസ്ലീഹ റോമായിലെ സഭയോട് പറയാണ്, 8 അധ്യായം 28 വചനമാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു എന്ന് നമുക്കറിയാമല്ലോ. നിങ്ങൾ ശ്രദ്ധിച്ച്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, ആരെല്ലാം കർത്താവിനെ സ്നേഹിക്കുന്നുവോ ആ സ്നേഹിക്കുന്ന ജീവിതങ്ങളിൽ അവർക്ക് എന്തെല്ലാം സംഭവിച്ചാലും അതൊക്കെ നന്മയ്ക്കായി മാറ്റുവാൻ കർത്താവിൻ്റെ വിശ്വസ്തതയ്ക്ക് കഴിയും. സഹോദരങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ ആകസ്മികമായ മരണങ്ങളാകാം, പ്രിയപ്പെട്ടവരുടെ പെട്ടെന്നുണ്ടാകുന്ന ചില അപകടങ്ങളാകാം, വേർപാടുകളാകാം, പ്രതീക്ഷിക്കാത്ത നേരത്തുണ്ടാകുന്ന ചില പരാജയങ്ങളും ദുരന്തങ്ങളും തകർച്ചകളും എന്തുമാവട്ടെ, നമ്മൾ പലപ്പോഴും ചിന്തിക്കും, ഇതിൽ എന്ത് നന്മയാ ഉള്ളത്? എൻ്റെ പ്രിയപ്പെട്ടവരെന്നെ വിട്ടുപോയി, ഞാൻ പ്രതീക്ഷിക്കാത്ത സമയത്ത് എൻ്റെ ഭർത്താവ് മരണപ്പെട്ടു, എൻ്റെ ഭാര്യ എന്നെ വിട്ടുപോയി, എൻ്റെ മകൻ, എൻ്റെ മകൾ എന്നെ വിട്ടുപോയി, ഇതിലെന്ത് നന്മയുള്ളത്? സഹോദരങ്ങളെ, നമ്മുടെ കൊച്ചു ബുദ്ധിക്ക് പലപ്പോഴും ദൈവിക രഹസ്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുകയും, ഒരു കാര്യം ഞാനും നിങ്ങൾ മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ വചനം ഒരിക്കലും പരാജയപ്പെടുന്നില്ല. ദൈവവചനത്തിന് പരാജയമില്ല. ആകാശം ഭൂമിയും മാറിപ്പോയാലും കർത്താവിൻ്റെ വചനങ്ങൾ മാറുന്നില്ല. സഹോദരങ്ങളെ, തന്നെ സ്നേഹിക്കുന്നവർക്ക്
അവിടുന്ന് എല്ലാം നന്മയ്ക്കായി മാറ്റുന്നുവെന്ന് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നുവെങ്കിൽ 100 200% നമ്മളത് വിശ്വസിച്ചോ, അത് നമ്മുടെ ജീവിതത്തിൽ നിറവേറ്റുവാൻ കർത്താവ് വിശ്വസ്തനാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിന്റെ ജീവിത സാഹചര്യങ്ങൾ എന്തുമാകട്ടെ സഹോദര സഹോദരി, എന്തുമാകട്ടെ, നിന്റെ മക്കൾ എപ്രകാരമാണ് ജീവിക്കുന്നത്, നീ ആകുലതയുണ്ട് മക്കളെ കുറിച്ച്, നിനക്ക് നൊമ്പരമുണ്ട്, കണ്ണീരുണ്ട്. ഞാൻ ആത്മാവിൽ പറയട്ടെ, അവരുടെ ജീവിതത്തിന്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തുവാൻ കർത്താവിന് സാധിക്കും സഹോദരങ്ങളെ. അവൻ ഓൾമൈറ്റിയാണ്. തന്നെ സ്നേഹിക്കുന്നവർ എല്ലാം നന്മയ്ക്കാക്കി മാറ്റും. ഇനി പിശാച് എന്തൊക്കെ കെടിവെച്ചാലും, നമ്മെ തകർക്കാൻ നോക്കിയാൽ, നശിപ്പിക്കാൻ നോക്കിയാൽ, നമ്മൾ തിരിച്ചടിച്ചാലും ആ തിരിച്ചടികളും സാത്താൻ വയ്ക്കുന്ന കെണികളും നമുക്ക് കൃപകളാക്കി മാറ്റാൻ കഴിയുന്നവനാണ് നമ്മുടെ കർത്താവ്. ഇത്രയും ശക്തനായൊരു ദൈവം നിനക്ക് കൂട്ടിനുള്ളപ്പോൾ, ദൈവത്തിന്റെ പൈതലേ, നീ എന്തിനാണ് ആകുലപ്പെടുന്നത്? നീ എന്തിനാണ് അസ്വസ്ഥനാകുന്നത്? ഈ വചനം നിങ്ങളുമായി പങ്കുവെക്കുമ്പോൾ ശക്തമായൊരു അഭിഷേകം എൻ്റെ മേൽ വ്യാപരിക്കുകയാണ്. കർത്താവ് അത് സ്ഥിരീകരിക്കുക. ഈ മെസ്സേജ് എനിക്കും കൂടിയ കർത്താവ് തന്നുകൊണ്ടിരിക്കുന്നത്. കർത്താവ് നമ്മളെ എൻകറേജ് ചെയ്യുക, നമ്മളെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുക. നമ്മളിങ്ങനെ ആകെ ചതഞ്ഞ് നിരാശപ്പെട്ട് നമ്മൾ ദുഃഖിച്ച് ജീവിക്കേണ്ടവരല്ല സഹോദരങ്ങളെ. എല്ലാം നന്മയ്ക്കാക്കി മാറ്റുന്നവൻ. റോമർ 8:32 വീണ്ടും പൗലോസ് ശ്ലീഹ സഭയോട് പറയാ, സ്വപുത്രനെ പോലെ ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവൻ ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സമസ്തവും നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ? എല്ലാം കർത്താവ് നമുക്ക് നൽകും. കർത്താവ് എല്ലാം നമുക്ക് വേണ്ടതെല്ലാം കർത്താവ് പ്രൊവൈഡ് ചെയ്യും. നമ്മൾ കഴിഞ്ഞ 2 ദിനങ്ങളിൽ കണ്ടു എവിടെയാണ് കർത്താവ് തൻ്റെ ആ പരിപാലനം നമുക്ക് നൽകുന്നത്. ഇന്നലെ നമ്മൾ വചനത്തിൽ നിന്ന് ധ്യാനിച്ചു. എപ്പോഴാണ് കർത്താവ് തൻ്റെ ആ പ്രൊവിഡൻസ് നമുക്ക് നൽകുന്നത്? ഇന്ന് നമ്മൾ വചനത്തിൽ ധ്യാനിക്കുന്നത് എപ്രകാരമാണ് കർത്താവ് തൻ്റെ പരിപാലന നമുക്ക് ലഭ്യമാക്കുന്നത്. യഹോവ ജൈറയായി നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ആവശ്യങ്ങളിൽ എപ്രകാരമാണ് കർത്താവ് പ്രവർത്തിക്കുന്നത്? എങ്ങനെയാണ് കർത്താവ് പ്രവർത്തിക്കുന്നത്? നമ്മളിത് മനസ്സിലാക്കണം. ഒരു കാര്യം ആദ്യമേ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പങ്കുവയ്ക്കട്ടെ. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് പോലെ ആകണമെന്നില്ല കർത്താവ് പ്രവർത്തിക്കുന്നത്. നമ്മൾ മനസ്സിൽ പലതും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഇങ്ങനെയായിരിക്കും, അപ്രകാരമായിരിക്കും, ഈ പ്രശ്നത്തെ ഇങ്ങനെ ദൈവം പരിഹരിക്കും, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തെ ഇപ്രകാരം കർത്താവ് നയിക്കും, അല്ലെങ്കിൽ എനിക്ക് ഇന്നൊരു അഭിഷേകം ദൈവം തരും, അല്ലെങ്കിൽ ഈ പ്രശ്നം ഇപ്രകാരം കർത്താവ് അത് സെറ്റിൽ ചെയ്യും, എൻ്റെ ആവശ്യങ്ങൾ ഇതുപോലെ കർത്താവ് നിറവേറ്റിത്തരും. ഇങ്ങനെ നമുക്ക് പല ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ ഉണ്ടായിരിക്കും. ഒരു കാര്യം ആദ്യം എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാണ്, ഒരു മുൻവിധി നമുക്ക് വേണ്ട. നമ്മെക്കുറിച്ച് വിചാരമുള്ളവനാണ് നമ്മുടെ കർത്താവ്. നമ്മുടെ കാര്യത്തിൽ അത്രമാത്രം ശ്രദ്ധയുള്ളവനാണ് നമ്മുടെ ദൈവം. നാം ഇത് വിശ്വസിക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് ആവശ്യത്തെയും നിറവേറ്റുവാൻ കർത്താവിൻ്റെ കരങ്ങളിൽ 1 അല്ല 2 അല്ല 100 അല്ല 10,000 വഴികൾ, വിചിത്രവും അസാധാരണവുമായ അനേകം വഴികൾ കർത്താവിൻ്റെ കരങ്ങളിലുണ്ട് സഹോദരങ്ങളെ. നമുക്കാണ് 1ഉം 2ഉം വഴികൾ. ആ വഴി അടഞ്ഞാൽ അതോടുകൂടി നമ്മുടെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു, ജീവിതം വഴിമുട്ടി. എന്നാൽ കർത്താവ് അങ്ങനെയല്ല. നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരുവാൻ കർത്താവിൻ്റെ കരങ്ങളിൽ അസാധാരണമായ അനേകം വഴികളുണ്ടെന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ വിശ്വസിക്കണം. നമ്മളത് തിരിച്ചറിയണം. അനേകം വഴികൾ കർത്താവിൻ്റെ കരങ്ങളിലുണ്ട്. വിചിത്രമായ, അതും അസാധാരണമായ വഴികളാണ്. നാച്ചുറൽ വഴികളുണ്ട്, സൂപ്പർ നാച്ചുറൽ വഴികളും കർത്താവിൻ്റെ കരങ്ങളിലുണ്ട്. കരം പിടിച്ച് നന്ദി പറഞ്ഞ കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തിയോടെ സ്തുതിച്ചോ യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ,
വിശ്വാസം വർദ്ധിക്കട്ടെ, വിശ്വാസം വർദ്ധിക്കട്ടെ, സംശയങ്ങൾ മാറട്ടെ, ദുഃഖങ്ങൾ മാറട്ടെ, അസ്വസ്ഥതകൾ മാറട്ടെ, ആശങ്കകൾ മാറട്ടെ, പ്രത്യാശ വർദ്ധിക്കട്ടെ, സമാധാനം നിറയട്ടെ, വിശ്വാസം വർദ്ധിക്കട്ടെ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു കർത്താവേ. നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ സാധാരണവും അസാധാരണവുമായ വഴികൾ കർത്താവിന്റെ കരങ്ങളിലുണ്ട്. മുൻവിധികൾ വേണ്ട. കർത്താവ് എങ്ങനെയാ പ്രവർത്തിക്കുന്നത്, നമ്മൾ ചിന്തിക്കുന്നത് പോലെ കർത്താവ് പ്രവർത്തിക്കണമെന്ന് നമ്മൾ ആരും വാശി പിടിക്കരുത് സഹോദരങ്ങളെ. നമ്മുടെ കൊച്ചു ബുദ്ധിക്ക് ഒരുപാട് പരിമിതികളുണ്ട്. അതുകൊണ്ട് കർത്താവിൻ്റെ പദ്ധതിക്കെല്ലാം വിട്ടുകൊടുക്കുക. നമുക്കറിയാം, സിറിയ രാജാവിൻ്റെ ഒരു സൈന്യാധിപൻ ഉണ്ടായിരുന്നു, നാമാൻ എന്നാണ് അവൻ്റെ പേര്. അവൻ കുഷ്ഠരോഗിയായിരുന്നു. അവൻ്റെ വീട്ടുപണിക്ക് നിന്നിരുന്ന ഇസ്രായേലിലുള്ള ഒരു പെൺകുട്ടി അവൾ പറഞ്ഞു, എൻ്റെ നാട്ടിലെ ഒരു പ്രവാചകനുണ്ട്, എലീഷ എന്ന പേര്. യജമാനൻ അവൻ്റെ അടുത്ത് പോയാൽ അവൻ തൻ്റെ കർത്താവിൻ്റെ നാമത്തിൽ നിനക്ക് സൗഖ്യം നൽകും. ഇത് കേട്ടപ്പോൾ സൈന്യാധിപനായ നാമാൻ തൻ്റെ പരിചാരകരോടും രഥങ്ങളും കുതിരകളും വിശിഷ്ട വസ്ത്രങ്ങളും സ്വർണവും പൊന്നും എല്ലാം കൊണ്ട് വലിയ പരിവാരങ്ങളുമായി ഇസ്രായേലിൽ എത്തുകയാണ്. എലീഷയെ കാണാൻ വലിയ പ്രതീക്ഷയോടുകൂടി വരുന്നത്, ഭയങ്കര പ്രതീക്ഷയോടുകൂടി. മനസ്സിൽ ഈ മനക്കോട്ടകളൊക്കെ കെട്ടി ഇങ്ങനെ വളരെ കാര്യക്ഷമമായി നാമാൻ ഇങ്ങനെ യാത്ര ചെയ്ത് ഇസ്രായേലിലെത്തി. എലീഷയുടെ വീട്ടുപടിക്കിലെത്തി. എന്താ സംഭവിച്ചത്? 4-ാം അധ്യായം നിങ്ങളെ വചനം ശ്രദ്ധിക്കണം. രണ്ട് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട് സഹോദരങ്ങളെ. അവിടെ ദൈവത്തിൻ്റെ വചനം പറയുന്നു. ഓ, എത്ര ശക്തമാണ് ദൈവത്തിൻ്റെ വചനം. അവിടെ 5-ാം അധ്യായം 9-ാമത്തെ കണ്ടു, 1 മുതൽ 14 വരെ. 2 രാജാക്കന്മാർ 5-ാം അധ്യായം 1 മുതൽ 14. ആ ബോർഡർ കണ്ടു നിങ്ങൾ? ഇത് നിങ്ങൾ വായിക്കണം. അതിൽ 9-ാമത്തെ വചനം നിങ്ങൾ ശ്രദ്ധിക്കുക. നാമാൻ രഥങ്ങളും കുതിരകളുമായി എലീഷയുടെ വീട്ടുപടി, ഭയങ്കര മനക്കോട്ട കെട്ടി എത്തിയിരിക്കുന്നത്, വീട്ടുപടിക്കിലെത്തി. 10-ാമത്തെ വചനം പറയുന്നു, എലീഷ മുഖം പോലും കാണിക്കുന്നില്ല, തൻ്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നില്ല. ഒരു വലിയ രാജ്യത്തിന്റെ സൈന്യാധിപനാണ് വന്നിരിക്കുന്നത്. മാനുഷികമായി പറഞ്ഞ മൈൻഡ് ചെയ്യുന്ന പോലുമില്ല. തൻ്റെ ദൂതനെ വിട്ടിട്ട് ആ സൈന്യാധിപനോട് എലീഷ പറഞ്ഞു, നീ ജോർദാനിൽ പോയി 7 പ്രാവശ്യം കുളിക്കുക, നീ ശുദ്ധനായി ശരീരം പൂർവസ്ഥിതി പ്രാപിക്കും. നീ ശുദ്ധനായി ശരീരം പൂർവസ്ഥിതി പ്രാപിക്കുമെന്ന് കർത്താവ് പറയാണ്. സഹോദരങ്ങളെ, ഇത് കേട്ടപ്പോൾ 11-ാമത്തെ വചനം എന്താ പറയുന്നത്? നാമാൻ കുപിതനായി മടങ്ങിപ്പോയി. അവൻ പറഞ്ഞു, കണ്ടു, എലീഷ എൻ്റെ അടുത്ത് ഇറങ്ങി വന്ന് തൻ്റെ ദൈവമായ കർത്താവിനെ നാമം വിളിച്ച് അപേക്ഷിക്കുമെന്നും കരം വീശി കുഷ്ഠം സുഖപ്പെടുത്തുമെന്നും ഞാൻ ഈ വിചാരമാണ് പലപ്പോഴും ദൈവപരിപാലനയെ തടസ്സപ്പെടുത്തുന്നത്. നമ്മുടെ വിചാരങ്ങൾ എല്ലാം മാറ്റണം. കർത്താവിൻ്റെ പദ്ധതിയിലേക്ക് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കണം സഹോദരൻ. ഞാൻ വിചാരം മനക്കോട്ട കെട്ടി വരികയാണ്, അവൻ്റെ മുൻവിധി, പ്രീ ജഡ്ജ്. പലപ്പോഴും ചിലപ്പോൾ സാധാരണമായ വിധത്തിൽ, എപ്പോഴും സൂപ്പർ നാച്ചുറലായി ദൈവം പ്രവർത്തിക്കണമെന്നില്ല. വളരെ സിമ്പിളായി, ലളിതമായി, ചെറിയ രീതിയിൽ, വളരെ സർവ്വസാധാരണമായ ചില വിഷയങ്ങളിലൂടെ നമ്മുടെ പ്രശ്നങ്ങളെ കർത്താവ് പരിഹരിക്കും. ചിലപ്പോൾ സൂപ്പർ നാച്ചുറലായി, അസാധാരണമായ, അതിസ്വാഭാവികമായ വിധത്തിലായിരിക്കും കർത്താവ് പ്രവർത്തിച്ച് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരുന്നത്. മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക, എല്ലായ്പ്പോഴും ഒരേപോലെ ആകണമെന്നില്ല കർത്താവിൻ്റെ പ്രവർത്തനങ്ങൾ. ഹല്ലേലൂയ. ഒരു പ്രശ്നം വരുമ്പോൾ, അല്ലെങ്കിൽ എനിക്ക് മുന്നമേ ഒരു ആവശ്യം വന്നപ്പോൾ കർത്താവ് പ്രവർത്തിച്ചു, അതുപോലെ തന്നെ ഇപ്പോഴും പ്രവർത്തിക്കുമെന്ന് നമ്മൾ ആരും കാത്തിരിക്കരുത്. ഓരോ സമയത്തും ഓരോ ആവശ്യത്തിലും കർത്താവ് ഓരോ വിധത്തിലുമാണ് പ്രവർത്തിക്കുന്നത്. അത് കർത്താവിൻ്റെ ഹിതമാണ്, അത് കർത്താവിൻ്റെ പദ്ധതിയാണ്. അത് മനസ്സിലാക്കി ദൈവഹിതത്തോട് യെസ് പറഞ്ഞ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? എപ്പോഴും കർത്താവിൻ്റെ വിശ്വസ്തതയിൽ വിശ്വസിക്കുക, കർത്താവിൻ്റെ പരിപാലനയിൽ ശരണപ്പെടുക. അവിടെ നമുക്ക് ആവശ്യമായ രീതിയിൽ കർത്താവ് എപ്പോഴും നമുക്ക് വേണ്ടി പ്രവർത്തിക്കും.
അപ്പോൾ വേലക്കാർ പറഞ്ഞു, എൻ്റെ യജമാനൻ ഇത്രയും ദൂരം നമ്മൾ വന്നിട്ട് ഇങ്ങനെ മടങ്ങിപ്പോകുന്നത് ശരിയാണോ? അപ്പോൾ നാമാൻ പറയും, സൈന്യാധിപൻ പറയും, നമ്മുടെ നാട്ടിൽ ഇതിനേക്കാൾ എത്രയോ നല്ല നല്ല ആ ഫാർപ്പാറും എന്നൊക്കെ പറഞ്ഞ ആ സിറിയ രാജ്യത്തിലെ മഹാനദികളുടെ പേര് പറയാം. അവൻ പറഞ്ഞു, ഈ ജോർദാൻ ഇത് കലക്കവെള്ളമാണ്, ഈ ചെളിവെള്ളത്തിൽ കുളിക്കാനാണ് ഇത്രയും ആയിരക്കണക്കിന് കിലോമീറ്റർ ദൂരം യാത്ര ചെയ്ത് ഇവിടെ വന്നത്. ആ പ്രവാചകൻ തൻ്റെ മുഖം പോലും നമുക്ക് കാണിച്ചു തന്നില്ലല്ലോ എന്നൊക്കെ പുള്ളി അരിശപ്പെടുകയാണ്. വേലക്കാർ പറഞ്ഞു, കർത്താവ് പറഞ്ഞതല്ലേ, നമ്മൾ ഇവിടം വരെ വന്നതല്ലേ, ഒരു ചെറിയ സിമ്പിളായൊരു കാര്യമല്ലേ, ലളിതമായൊരു കാര്യമല്ലേ, ഒന്ന് കുളിച്ചുകൂടെ ജോർദാനിൽ ഇറങ്ങിയിട്ട്? എന്നാ ശരിയെന്ന് വിചാരിച്ച് നാമാൻ ഈ വേലക്കാരെ ഒന്ന് തൃപ്തിപ്പെടുത്താൻ വേണ്ടി ജോർദാനിൽ ഇറങ്ങി 7 പ്രാവശ്യം കുളിച്ചു. എന്താ സംഭവിച്ചത്? 14-ാമത്തെ വചനം ശ്രദ്ധിച്ച് എന്താ ഉണ്ടായത്? അങ്ങനെ ദൈവപുരുഷന്റെ വാക്കനുസരിച്ച് നാമാൻ ജോർദാനിൽ ഇറങ്ങി 7 പ്രാവശ്യം മുങ്ങി അവൻ സുഖം പ്രാപിച്ചു. അവന്റെ ശരീരം ശിശുവിൻ്റെതുപോലെയായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ ആവശ്യങ്ങൾ കർത്താവ് നിറവേറ്റുന്നതിൽ നമുക്ക് മുൻവിധികൾ വേണ്ട. നമ്മൾ മനസ്സിൽ കോട്ടകൾ കെട്ടരുത്. കർത്താവ് ഇങ്ങനെ പ്രവർത്തിക്കും, അങ്ങനെ പ്രവർത്തിക്കും, ഇതുപോലെ പ്രവർത്തിക്കും എന്ന് ചിന്തിച്ച് നമ്മൾ നമ്മുടെ മുൻവിധികളിൽ മുന്നോട്ട് പോകരുത്. അത് പലപ്പോഴും ദൈവപരിപാലനയെ തടസ്സപ്പെടുത്തുന്നു. അനേകർ നിരാശിതരാകുന്നു, വിഷാദികളാകുന്നു. വളരെ ലളിതമായ വിധത്തിൽ, സിമ്പിളായ രീതിയിലായിരിക്കും പലപ്പോഴും കർത്താവ് നമ്മുടെ ആവശ്യങ്ങളിൽ പ്രവർത്തിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യഹോവ ജയറേ എന്ന് പറഞ്ഞേ, യഹോവ ജയറേ, യഹോവ ജയറേ, യഹോവ ജയറേ, യഹോവ ജയറേ, യഹോവ ജയറേ, യഹോവ ജയറേ. യാഹവേ ഈരേ, യാഹവേ ഈരേ. കരുതുന്ന ദൈവം, കരുതുന്ന ദൈവം, കരുതുന്ന ദൈവം, കരുതുന്ന ദൈവം. പരിപാലിക്കുന്ന കർത്താവ്, പരിപാലിക്കുന്ന കർത്താവ്. എത്ര ശക്തമാണ് കർത്താവിന്റെ വചനം. ഹല്ലേലൂയ, ജീസസ്. അപ്പൊ ഇത് നമ്മുടെ മനസ്സിലുണ്ടാകണം സഹോദരങ്ങൾ. എപ്രകാരമാണ് കർത്താവ് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നത്? സാധാരണവും അസാധാരണവുമായ വിധത്തിൽ. ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. ഏത് ആവശ്യമായിക്കൊള്ളട്ടെ, അത് നിറവേറ്റാൻ കർത്താവിന് സാധിക്കും. ഈ ലോകത്തിന് അസാധ്യമായത് നമ്മുടെ കർത്താവിന് സാധ്യമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഉൽപ്പത്തി പുസ്തകം 17:1 കർത്താവ് ആവർത്തിച്ച് പറയുന്നൊരു കാര്യമുണ്ട് അബ്രഹാമിനോട്. 99 വയസ്സായപ്പോൾ കർത്താവ് പ്രത്യക്ഷപ്പെട്ടവനോട് അരുളി ചെയ്തു, സർവശക്തനായ ദൈവമാണ് ഞാൻ. ഐ ആം ഓൾമൈറ്റി ഗോഡ്. സർവശക്തനായ ദൈവമാണ് ഞാൻ. എന്താ ദൈവം പറഞ്ഞത്? ഞാനാണ് ഓൾമൈറ്റി. ഞാൻ സർവശക്തനായ ദൈവമാണ്, എനിക്കെല്ലാം സാധ്യമാണ്. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ ആവശ്യം എന്തുമാത്രം വലുതായിക്കൊള്ളട്ടെ, അതെന്തുമാത്രം സങ്കീർണമായിക്കൊള്ളട്ടെ, അതെന്തുമാത്രം വെല്ലുവിളികൾ നിറഞ്ഞതായിക്കൊള്ളട്ടെ, അതൊന്നും കർത്താവിന് പ്രവർത്തിക്കാൻ തടസ്സമല്ല. നമ്മുടെ ഏത് ആവശ്യവും ഏത് നേരത്തും നിറവേറ്റുവാൻ കർത്താവിന്റെ കരങ്ങൾക്ക് ശക്തിയുണ്ട്. ഐ ആം ഓൾമൈറ്റി ഗോഡ്. ഞാൻ സർവശക്തനായ ദൈവമാണ്. ഇതേ വചനം തന്നെയാണ് ലൂക്കോസ് 37 കർത്താവ് പറയുന്നത്. ദൈവത്തിനൊന്നും അസാധ്യമല്ല, ദൈവത്തിനൊന്നും അസാധ്യമല്ല, ഒന്നും അസാധ്യമല്ല. വീണ്ടും ജെറമിയ പ്രവചനം 32:17-18 തിരുവചനങ്ങൾ. ദൈവമായ കർത്താവേ, അങ്ങാണ് ശക്തമായ കരം നീട്ടി ആകാശവും ഭൂമിയും സൃഷ്ടിച്ചത്. ഒന്നും അങ്ങേക്ക് അസാധ്യമല്ല. ദൈവമായ കർത്താവിന് ഒന്നും അസാധ്യമല്ല. വലതുകരം ഉയർത്തി ഉച്ചത്തിൽ പറഞ്ഞ്, എന്റെ കർത്താവിനെ ഒന്നും അസാധ്യമല്ല, എന്റെ കർത്താവിനെ ഒന്നും അസാധ്യമല്ല. അല്പം കൂടെ സ്വരം ഉയർത്തി, എന്റെ കർത്താവിനെ ഒന്നും അസാധ്യമല്ല. അവൻ എന്നെ കരുതുന്ന ദൈവമാണ്, പരിപാലിക്കുന്ന കർത്താവ്. അപ്പൊ നമ്മുടെ ഏതാവശ്യവും അത് സാധാരണമായ വിധത്തിലും അസാധാരണമായ വിധത്തിലും നമ്മുടെ ജീവിതത്തിൽ നിറവേറ്റുവാൻ, ആവശ്യങ്ങൾ നടത്തിത്തരുവാൻ കർത്താവിന് കഴിയും. ദൈവത്തിനൊന്നും അസാധ്യമല്ല. വീണ്ടും ഉൽപ്പത്തി 18:14
ആ വചനം കൂടി ഒന്ന് ഉച്ചത്തിൽ വായിച്ച്. കർത്താവിന് കഴിയാത്തത് എന്തെങ്കിലുമുണ്ടോ? എന്തെങ്കിലുമുണ്ടോ? കർത്താവിന് കഴിയാത്തത് എന്തെങ്കിലുമുണ്ടോ? എന്തെങ്കിലുമുണ്ടോ ചോദിക്കാണ്. എന്തെങ്കിലുമുണ്ടോ? ഒന്നും തന്നെ ഇല്ല സഹോദരൻ. എല്ലാം കർത്താവിന് സാധ്യമാണ്. നമ്മുടെ കർത്താവിന് കഴിയാത്തതായി ഒന്നും തന്നെ ഇല്ല. പിന്നെ എന്തിനാ നീ ഇങ്ങനെ ആകുലപ്പെട്ടിരിക്കും? നീ എന്തിനിങ്ങനെ വിഷമിച്ചിരിക്കും? മക്കളെ ഓർത്ത്, അവരുടെ ഭാവി, ജീവിതം, നഷ്ടപ്പെട്ടു പോയി ആരോഗ്യം, സാമ്പത്തിക പ്രതിസന്ധി, ജോലി മേഖലയിലെ പ്രശ്നങ്ങൾ, കുടുംബത്തിലെ അസ്വസ്ഥതകൾ, വിവിധങ്ങളായ ഭാരങ്ങൾ. നീ എന്തിനെങ്ങനെ ആകുലപ്പെട്ട് വിഷമിച്ച് വേദനിച്ചിരിക്കുന്നത്? കർത്താവിന് കഴിയാത്തതായി എന്തെങ്കിലുമുണ്ടോ? ഇന്ന് ഈ ചോദ്യം പരിശുദ്ധാത്മാവ് നിന്നോടാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. എന്നോടും ചോദിക്കുക, എന്തെങ്കിലുമുണ്ടോ? ഒന്നും തന്നെ ഇല്ല സഹോദരങ്ങളെ, ഒന്നും തന്നെയില്ല. നമ്മൾ ഇനി പഴയ നിയമത്തിലൊരു ഭാഗത്തേക്ക് പോകും. ഒരു സെക്കൻഡ് എഴുന്നേറ്റ് നിന്ന് നമുക്ക് നമ്മുടെ വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവിന്റെ വിശ്വസ്തതയിലുള്ള വിശ്വാസം, കർത്താവിന്റെ പരിപാലനയിലുള്ള വിശ്വാസം, കർത്താവിന്റെ അതിസ്വാഭാവികമായ പ്രവർത്തനങ്ങളിലുള്ള വിശ്വാസം, കർത്താവിന്റെ വാഗ്ദാനങ്ങളിലുള്ള വിശ്വാസം നമ്മിൽ വർദ്ധിക്കട്ടെ, വളരട്ടെ, വർദ്ധിക്കട്ടെ, വർദ്ധിക്കട്ടെ. കുടുംബങ്ങളിൽ വർദ്ധിക്കട്ടെ. സകല ഭാരങ്ങളെയും ദുഃഖങ്ങളെയും ഉത്കണ്ഠകളെയും ആകുലതകളെയും മാറ്റിക്കളയുന്ന വിശ്വാസത്തിന്റെ അഭിഷേകം നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഒഴുകട്ടെ. ഇരുകരങ്ങൾ ഉയർത്തി, ഇരുകരങ്ങൾ ഉയർത്തി, എല്ലാം മറന്ന് സ്വതന്ത്രമായി സ്വരമുയർത്തി വിളിക്കുന്ന യേശുവേ, ശക്തിയോടെ ശക്തിയോടെ വിളിക്കുന്നു ഈശോയെ. കൃപ 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 കൃപ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വിശ്വാസം വർദ്ധിപ്പിക്കണമേ. കാണുന്നു ഞാൻ വിശ്വാസത്താൽ. വിശ്വാസം വർദ്ധിപ്പിക്കണമേ, വിശ്വാസം വർദ്ധിപ്പിക്കണമേ. കർത്താവിന്റെ വാഗ്ദാനങ്ങളിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കണമേ. പരിപാലനയുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ദൈവവചനത്തിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കണമേ. പരിശുദ്ധാത്മാവിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിച്ചേ, ഹൃദയം തുറന്ന് വിളിച്ചേ, ഈശോയേ. വിശ്വാസം വർദ്ധിക്കട്ടെ, വിശ്വാസം വർദ്ധിക്കട്ടെ, വിശ്വാസം വർദ്ധിക്കട്ടെ. ആമേൻ. ജീസസ് ജീസസ്. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിൽ എന്ന പോൽ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിൽ എന്ന പോൽ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിൽ എന്ന പോൽ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിൽ എന്ന പോൽ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കരമുയർത്തി ഒന്നിച്ച് വിളിക്കുന്നു യേശുവേ. വിശ്വാസം വർദ്ധിപ്പിക്കണമേ, വിശ്വാസം വർദ്ധിപ്പിക്കണമേ, വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ദൈവാശ്രയത്തെ വർദ്ധിപ്പിക്കണമേ, വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സംശയങ്ങള്, ദുഃഖങ്ങള്, ഭാരങ്ങള്, നിരാശ, വിഷാദം, എല്ലാ നെഗറ്റീവ് എനർജികളിൽ നിന്ന്, നെഗറ്റീവ് ചിന്തകളിൽ നിന്ന് കർത്താവേ ജനത്തെ വിമോചിപ്പിക്കണമേ. അങ്ങനെ വാഗ്ദാനങ്ങൾ ഇവരെ മുദ്ര ചെയ്യണമേ. Lord bless, anoint in the name of Jesus. സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. Mighty Lord, mighty power. Mighty, mighty anointing. Mighty, mighty anointing. Mighty anointing. Amen. ആമേൻ Amen. ആമേൻ. കർത്താവിന് കഴിയാത്തതായി എന്തെങ്കിലുമുണ്ടോ? ഒന്നും തന്നെയില്ല. എല്ലാം കർത്താവിന് സാധ്യമാണ്. കർത്താവിനെല്ലാം സാധ്യമാണ്.
നമുക്ക് സംഖ്യയുടെ പുസ്തകത്തിലേക്ക് ഒന്ന് എല്ലാവരും പരിശുദ്ധ ബൈബിൾ കൈകളിലെടുത്ത് വായിച്ച് സംഖ്യയുടെ പുസ്തകം 11-ാം അധ്യായം 18 മുതൽ 23 വരെയുള്ള വചനങ്ങൾ പെട്ടെന്ന് ഉച്ചത്തിൽ വായിക്കുക. ദൈവം മോശയോട് പറഞ്ഞു, മോശേ, നീ ഒറ്റയ്ക്ക് വഹിക്കണ്ട, ജനത്തോട് പറയുക, നാളത്തേക്ക് നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുക. നിങ്ങൾക്ക് ഭക്ഷിക്കാൻ മാംസം ലഭിക്കും. ഞങ്ങൾക്ക് ഭക്ഷിക്കാൻ മാംസം ആര് തരും? ഈജിപ്തിൽ ഞങ്ങൾ സന്തുഷ്ടരായിരുന്നു എന്ന് കർത്താവിനോട് നിങ്ങൾ പരാതിപ്പെട്ട് ഒരുമിച്ച് വായിക്കാം. അതിനാൽ കർത്താവ് നിങ്ങൾക്ക് മാംസം തരും, നിങ്ങൾ ഭക്ഷിക്കുകയും ചെയ്യും. 19-ാമത്തെ വചനം. 1, 2, 5, 10, 20 ദിവസത്തേക്കല്ല നിങ്ങൾ അത് തിന്നുക. 20-ാമത്തെ വചനം. നിങ്ങളുടെ മൂക്കിലൂടെ പുറത്തു വന്ന് ഓക്കാനം വരുന്നത് വരെ ഒരു മാസത്തേക്ക് നിങ്ങൾ അത് ഭക്ഷിക്കും. നിങ്ങൾ ഈ മാംസം നിങ്ങൾ ഭക്ഷിക്കും. 21-ാമത്തെ തിരുവചനം. മോശ കർത്താവിനോട് പറഞ്ഞു, എന്ത് മണ്ടത്തര കർത്താവ് നീ പറയണ. മോശയ്ക്കൊരു ഒരു സംശയം കർത്താവിൻ്റെ ഈ വചനത്തിൽ സംശയിക്കുക. എന്നോടൊത്ത് 6 ലക്ഷം ചെറുപ്പക്കാർ തന്നെയുണ്ട്, യോദ്ധാക്കൾ തന്നെയുണ്ട്, എന്നിട്ട് അങ്ങ് പറയുന്നു ഒരു മാസത്തേക്ക് അവർക്ക് ഭക്ഷിക്കാൻ മാംസം നൽകാമെന്ന്. ചിന്തിക്കണം, 30 ലക്ഷം പേരാണ്, ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിലാണ്. അവിടെ നമ്മളിന്ന് പോലെ ഇറച്ചിക്കടകളൊന്നും ഇല്ല സഹോദരങ്ങളെ, അറവുശാലകളില്ല. എങ്ങനെ ഈ 30 ലക്ഷം പേർക്ക് വേണ്ട? ഒരു മാസത്തേക്ക് മതിയാവോളം എവിടുന്ന് മാംസം കിട്ടും, ഇറച്ചി കിട്ടും? മാനുഷികമായി പറഞ്ഞാൽ ഇമ്പോസിബിൾ. തൻ്റെ ജനത്തിൻ്റെ ആവശ്യം അത് നിറവേറ്റാൻ അസാധ്യമായൊരവസ്ഥയാണ്. സാഹചര്യങ്ങൾ മുഴുവൻ 100 അല്ല 200% എതിരാണ്, ഓപ്പോസിറ്റാണ്. നോ ചാൻസ്, ഒരു സാധ്യതയുമില്ല ഈ ഒരു അത്ഭുതം അവിടെ നടക്കാൻ, ഈ ആവശ്യം നിറവേറ്റപ്പെടാൻ. ചില സന്ദർഭങ്ങളിൽ സൂപ്പർ നാച്ചുറലായി കർത്താവ് തൻ്റെ ജനത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റും. നിങ്ങളിത് മനസ്സിലാക്കണം സഹോദരങ്ങളെ. മോശത് പറഞ്ഞപ്പോൾ ഉടനെ കർത്താവ് പറഞ്ഞു, 23-ാമത്തെ വചനം. കർത്താവ് എന്താ പറയുക? കർത്താവ് മോശയോട് അരുളി ചെയ്തു, എന്റെ കൈക്ക് നീളം കുറഞ്ഞു പോയോ, എന്റെ വാക്ക് നിറവേറുമോ ഇല്ലയോ എന്നു നീ കാണും. മോശേ, എന്റെ വാക്കുകൾ നിറവേറുമോ ഇല്ലയോ എന്നു നീ ഇന്നു തന്നെ കാണും. തൻ്റെ വചനങ്ങൾ, വാഗ്ദത്തങ്ങൾ നിറവേറ്റുവാൻ കർത്താവിന് നമ്മുടെ ആരുടെയും സഹായം വേണ്ട. അവൻ ഓൾമൈറ്റിയാണ്, സർവശക്തനാണ് സഹോദരങ്ങൾ. ഉടനെ ഒരു സൂപ്പർ നാച്ചുറൽ, അതിസ്വാഭാവികമായ വിധത്തിൽ തൻ്റെ ജനത്തിൻ്റെ ആവശ്യത്തെ കർത്താവ് നിറവേറ്റുന്നത് നമുക്ക് ഈ വചനത്തെ കാണാൻ പറ്റും. സംഖ്യ 11:31 നിങ്ങൾ ഉച്ചത്തിൽ വായിക്കുക. 11:31. പെട്ടെന്ന് കർത്താവ് ഒരു കാറ്റയച്ചു. അത് വെറും ഒരു കാറ്റല്ല, കർത്താവിൽ നിന്ന് പുറപ്പെട്ട കാറ്റാണ്, കർത്താവ് അയച്ച കാറ്റാണ്. അത് തൻ്റെ പരിശുദ്ധാത്മാവാണ്. ആ കാറ്റ് കടലിൽ നിന്ന് കാടപ്പക്ഷികളെ കൊണ്ടുവന്നു. ഒരു ദിവസത്തെ യാത്രയുടെ ദൂരം വ്യാസാർത്ഥത്തിൽ കൂടാരത്തിന് ചുറ്റും 2 മുഴം ഘനത്തിൽ 2 മുഴം ഘനത്തിൽ മൂടിക്കിടക്കത്തക്ക വിധം അത് വീണു. പെട്ടെന്നുണ്ടായൊരു കാറ്റല്ല സഹോദരങ്ങളെ, തൻ്റെ ജനത്തിന്റെ ആവശ്യത്തെ നിറവേറ്റുവാൻ കർത്താവ് അയച്ച കാറ്റ്. യെസ്, സൂപ്പർ നാച്ചുറൽ ഒരു ആക്ഷനാണിത്. അതിസ്വാഭാവികമായൊരു പ്രവർത്തനമാണ്. മനസ്സിലാക്കണം, ഈ വിധം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ കാത്തിരിക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. ഒറ്റ കാര്യം നമ്മൾ ചെയ്താൽ മതി, വിശ്വസിക്കുക, ആശ്രയിക്കുക, വിശ്വസിക്കുക, ആശ്രയിക്കുക. ഇതാണ് നമ്മുടെ ഉത്തരവാദിത്വം സഹോദരങ്ങളെ. ആ കാറ്റ് കടലിൽ നിന്ന് കോടാനുകോടി 30 ലക്ഷം പേരുണ്ട്. ഒരു ദിവസം 2 ദിവസമല്ല, 3 നേരം, ചിലപ്പോൾ 4 നേരം, ഒരു മാസം തൃപ്തി വരുവോളം കോടാനുകോടി കാടപ്പക്ഷികളെ കൊണ്ടുവന്ന കാറ്റ്. മനുഷ്യർ വേട്ടയാടി പിടിച്ചാൽ, മാനുഷിക സംവിധാനങ്ങൾ ഉപയോഗിച്ചാൽ എത്ര കാടപ്പക്ഷികളെ കിട്ടും? കുറച്ചൊക്കെ കിട്ടിയെന്ന് വരും. ഈ കോടാനുകോടി കാടകളെ തൻ്റെ ജനത്തിന് ലഭ്യമാകണമെങ്കിൽ കർത്താവ് പ്രവർത്തിക്കുക തന്നെ വേണം. അവിടെ മാനുഷികമായ ഒരു സംവിധാനവും അവിടെ വർക്കൗട്ട് ആവില്ല, അത് പരാജയപ്പെടും, അത് സക്സസ് ആവില്ല സഹോദരങ്ങളെ. കർത്താവിന് മാത്രമേ ഇത് പ്രവർത്തിക്കാൻ പറ്റൂ. കർത്താവിന്റെ കരങ്ങൾക്ക് മാത്രമേ ഈ പ്രവൃത്തി തന്റെ ജനത്തിന് വേണ്ടി വെളിപ്പെടുത്തുവാൻ സാധിക്കൂ.
തന്റെ ജനത്തിന്റെ ആവശ്യങ്ങൾ അതിസ്വാഭാവികമായ വിധത്തിൽ കർത്താവ് നിറവേറ്റുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്തിനാ നമ്മൾ അസ്വസ്ഥപ്പെടുന്നത്? നമ്മുടെ ആവശ്യം എത്ര വലുതായിക്കൊള്ളട്ടെ. കോടിക്കണക്കിന് രൂപയുടെ കടബാധ്യതയുള്ളവർ ചിലപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ടാവാം. ഇനി തിരിച്ചു വരാൻ പറ്റാത്ത വിധത്തിൽ ജീവിതം തകർന്നുപോയ ദൈവമക്കൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ടായിരിക്കാം. എൻ്റെ സഹോദര സഹോദരൻ, നിന്റെ ജീവിതം എത്രമാത്രം കൊടിയ തകർച്ചയിലായിക്കൊള്ളട്ടെ, നീ പ്രത്യാശിക്കണം. നീ കർത്താവിന് മുമ്പിൽ എളിമപ്പെടുക. നിന്റെ ആവശ്യത്തിന്മേൽ പ്രവർത്തിക്കാൻ കർത്താവ് വിശ്വസ്തനാണ് സഹോദരൻ. ഞാൻ പലപ്പോഴും ദൈവരുവാനിൽ ജീവിച്ച ദൈവദാസന്മാരുടെ, പല വിശുദ്ധരുടെ, താപസ പിതാക്കന്മാരുടെ, പല പ്രവാചകരുടെ ജീവചരിത്രം പലപ്പോഴും വായിച്ചിട്ട് കണ്ണീരൊഴുക്കിയിട്ടുണ്ട്. എൻ്റെ സഹോദരങ്ങളെ, കർത്താവ് എത്ര വിശ്വസ്തയോടുകൂടിയ അവർക്ക് വേണ്ടി പ്രവർത്തിച്ചത്. ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷകൾക്ക് ആവശ്യമായ കാര്യങ്ങൾ അവർക്കായി നിറവേറ്റി കൊടുത്തത്. കർത്താവിനെ സൂപ്പർ നാച്ചുറലായി പലപ്പോഴും നമ്മുടെ ജീവിതങ്ങളിൽ പ്രവർത്തിക്കാൻ പറ്റും സഹോദരങ്ങളെ. ഈ സത്യം നമ്മൾ മറന്നു പോകരുത്. പലപ്പോഴും നമ്മൾ കർത്താവിനെ തിരിച്ചറിയുന്നില്ല. കർത്താവിൻ്റെ ഈ സാന്നിധ്യം മനസ്സിലാക്കാൻ പറ്റുന്നില്ല. സർവശക്തനായ കർത്താവിൽ ആശ്രയിക്കാൻ പറ്റുന്നില്ല. ഇതല്ലേ നമ്മുടെ തകർച്ച. നമ്മുടെ ദുഃഖത്തിനും ദുരിതത്തിനും സങ്കടത്തിനും നിരാശയ്ക്കും അടിസ്ഥാന കാരണമെന്താ? ഇത്രയും ശക്തനായ വിശ്വസ്തനായ നമ്മുടെ കർത്താവിനെ നമ്മൾ തിരിച്ചറിയാതെ പോകുന്നു. നമ്മൾ കർത്താവിനെ തള്ളിക്കളയുന്നു. കർത്താവിനെ ഉപേക്ഷിക്കുന്നു. നമ്മൾ നിന്നോട് ഔദാര്യം കാണിക്കാൻ കർത്താവ് കാത്തിരിക്കുക സഹോദരങ്ങളെ. തൻ്റെ പരിപാലന വെളിപ്പെടുത്തുവാൻ, തൻ്റെ ശക്തി വെളിപ്പെടുത്തുവാൻ കർത്താവ് നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ഇനി പുതിയ നിയമത്തിലേക്ക് നിങ്ങൾ വാ. അവിടെ മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 21 മുതൽ 27 വരെയുള്ള വചനങ്ങളിലാണ്. അതിൻ്റെ ബോർഡർ നിങ്ങൾ നോക്കി. 17-ാം അധ്യായം അവിടെ 24 മുതൽ 27 വരെയുള്ള ആ വാക്യങ്ങൾ അഥവാ നിങ്ങൾ വായിക്കുമ്പോൾ നമുക്കവിടെ കാണാൻ പറ്റുന്ന മനോഹരമായൊരു കാര്യമുണ്ട്. നികുതിയെക്കുറിച്ചുള്ള ഒരു ഭാഗമാണ്. അപ്പോൾ നികുതി തർക്കമാണ്. കർത്താവ് പത്രോസിനോട് പറയും, പത്രോസേ, നീ ഒരു കാര്യം ചെയ്യ്, എനിക്കും നിനക്കും വേണ്ടി നികുതി കൊടുക്കുക. കർത്താവ് അതിലെല്ലാം കൃത്യതയുള്ളവനായിരുന്നു. അങ്ങ് നികുതി അടയ്ക്കാനുള്ള ആ പണം, ആ ടാക്സ് അടയ്ക്കാനുള്ള പണം എങ്ങനെയാണ് കർത്താവ് പത്രോസിന് നൽകിയത്? അത് ഒരു സാധാരണ വഴിയിലല്ല, ഒരു അസാധാരണമായ വിധത്തിൽ, അതിസ്വാഭാവികമായ വിധത്തിലാണ് കർത്താവ് ആവശ്യം നിറവേറ്റിയത്. കർത്താവ് പത്രോസ്ലീഹയോട് പറഞ്ഞു, മത്തായിയുടെ സുവിശേഷം 17-ന്റെ 27-ാമത്തെ വചനം ഉച്ചസ്വരത്തിൽ നിങ്ങൾ ഉച്ചത്തിൽ വായിക്കണം. എങ്കിലും അവർക്ക് ഇടർച്ചയുണ്ടാകാതിരിക്കാൻ നീ കടലിൽ പോയി ചൂണ്ടയിടുക. കർത്താവ് പറയാണ്, പത്രോസേ, നീ കടലിൽ പോയി ചൂണ്ടയിടുക. ആദ്യം ലഭിക്കുന്ന മത്സ്യത്തിൻ്റെ വായ് തുറക്കുമ്പോൾ ഒരു നാണയം കണ്ടെത്തും. എൻ്റെ ദൈവമേ, നിങ്ങൾ ചിന്തിച്ചു നോക്കി, ലോക ചരിത്രത്തിൽ എവിടെയെങ്കിലും നിങ്ങൾ ഇതുപോലത്തെ ഒരു വാർത്ത കേട്ടിട്ടുണ്ടോ? സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമല്ലേ. മീൻ പിടിക്കാൻ പോയൊരു മീൻ പിടിച്ച് നോക്കിയപ്പോൾ മത്സ്യത്തിൻ്റെ മീനിൻ്റെ വായിൽ വലിയൊരു സ്വർണ്ണ നാണയം അല്ലെങ്കിൽ വലിയൊരു കോയിൻ. എൻ്റെ സഹോദരങ്ങൾ, ആ വായിലാണ്. നിങ്ങൾ ചിന്തിക്കണം, വയറ്റിലല്ല, വായിലാണ് ഇരിക്കുന്നത്. ഇതൊരു നോർമലായ പ്രവൃത്തിയല്ല, സാധാരണമായൊരു കാര്യമല്ല സഹോദരങ്ങളെ. ഇതൊരു എക്സ്ട്രാ ഓർഡിനറി പ്രവൃത്തിയാണ്. ഞാൻ നേരത്തെ നിങ്ങളോട് സൂചിപ്പിച്ചു, നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരുവാൻ നമ്മുടെ കർത്താവിൻ്റെ കരങ്ങളിൽ അസാധാരണമായ വഴികളുണ്ട്. അസാധാരണമായ വഴികൾ, നമ്മുടെ ബുദ്ധിക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത വിചിത്രമായിട്ടുള്ള അതിസ്വാഭാവികമായ വഴികൾ കർത്താവിൻ്റെ കരങ്ങളിലുണ്ട്. നമ്മുടെ മുൻപിലാണ് ഒരു വഴി, 2 വഴി. അതടഞ്ഞു പോകുമ്പോൾ നമ്മൾ ആകെ ഡിപ്രസ്ഡായി. ഇനി എന്ത് ചെയ്യും? നമ്മൾ അസ്വസ്ഥപ്പെട്ട് ജീവിതം നരകതുല്യമാക്കുന്നു.
എന്നാൽ കർത്താവിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് നിങ്ങൾ നോക്കണം, പ്രോമീസിലേക്ക് ശ്രദ്ധിക്കണം. അസാധാരണമായ വഴികൾ കർത്താവ് പറഞ്ഞു, പത്രോസ് നീ ചൂണ്ടയിട്ട് ആദ്യം കിട്ടുന്ന മീൻ്റെ വായിൽ ഒരു നാണയമാണ്. കൃത്യ നാണയമുണ്ട്. കർത്താവ് പറഞ്ഞു, ആ നാണയം എടുത്ത് എന്ത് ചെയ്യാനാ പറഞ്ഞത്? എനിക്ക് നിനക്കും വേണ്ടി അവർക്ക് കൊടുക്കുക. നീ അവർക്ക് ടാക്സ് കൊടുക്കാൻ, നികുതി കൊടുക്കാൻ പറഞ്ഞു, നീ അവർക്ക് കൊടുത്തോളം പറഞ്ഞു. നീ അവർക്ക് ഇത് കൊടുക്കുക, അവർക്ക് ഇത് നീ കൊടുക്കുക. എൻ്റെ സഹോദരങ്ങളെ, അത്ഭുതകരമായി അസാധാരണമായ വിധത്തിൽ കർത്താവ് ആവശ്യം നിറവേറ്റുകയാണ്. ഞാൻ വിശ്വാസത്തോടെ പങ്കുവെക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരോട്, നമ്മുടെ ഏത് ആവശ്യമായിക്കൊള്ളട്ടെ, ആത്മീയം ഭൗതികമായ ഏത് ആവശ്യവും നിറവേറ്റി തരുവാൻ കർത്താവ് വിശ്വസ്തനാണ്. യഹോവ ജയറയാണ്. ഈ ബോധ്യത്തിൽ നീ ദിനം തോറും വളരണം. ഈ വിശ്വാസത്തിൽ നീ ആഴപ്പെടണം. നീ സംശയിച്ചു പതറിപ്പോകരുത്, വ്യതിചലിച്ചു പോകരുത്. നീ അസ്വസ്ഥപ്പെട്ട് നിന്റെ വിശ്വാസം ക്ഷയിച്ചു പോകാൻ ഇടവരുത്തരുത്. ഇത് ജീവനുള്ള വചനമാണ്, ജീവനുള്ള വചനം, സത്യത്തിന്റെ വചനം. ഒരു കാര്യം കൂടി ഇപ്പോൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. പഴയ നിയമത്തിലേക്ക് നിങ്ങൾ വാ. ഈ വചനങ്ങളിലൂടെ നിങ്ങളോട് ഇതിനോട് ബന്ധപ്പെട്ട് 100 അല്ല 1000കണക്കിന് അനുഭവങ്ങൾ പറയാനുണ്ട് സഹോദരങ്ങളെ. ഇതുപോലെ കർത്താവ് സാധാരണമായ വിധത്തിലും അസാധാരണമായ വിധത്തിലും നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റി തന്നു. എനിക്ക് ഷെക്കേനയുള്ള ബന്ധത്തിൽ, പ്രത്യേകിച്ച് ഈ മാധ്യമ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ ഒത്തിരി അനുഭവങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടോട് പങ്കുവയ്ക്കാൻ പറ്റും. വഴിമുട്ടി നിന്ന സമയത്ത്, എന്തു ചെയ്യണമെന്നറിയാതെ കരഞ്ഞുകൊണ്ട് നിന്ന സമയത്ത്, ഒരു ക്രൈസിസ് വരുമ്പോൾ ടീം ഷെക്കനെ ചെയ്യുന്നൊരു കാര്യം, 2-3 ദിവസം ഇവിടെ കർത്താവിന് മുമ്പിൽ ആരാധന പ്രഖ്യാപിക്കും. ഞങ്ങൾ ഒരുമിച്ച് വന്ന് മണിക്കൂറോളം കർത്താവിനെ ആരാധിക്കും. ആ ആരാധനയുടെ നിമിഷത്തിൽ കർത്താവിൽ നിന്ന് ശക്തി ഇറങ്ങും. എത്ര അസാധ്യമെന്ന് നമുക്ക് തോന്നുന്ന കാര്യത്തിൽ കർത്താവ് ഒരു തീർപ്പുണ്ടാക്കി തരും, ഒരു പരിഹാരമുണ്ടാക്കി തരും. ഇന്നോളം ഷെക്കേനയോടുള്ള ശുശ്രൂഷയിൽ കർത്താവ് ചെയ്ത പ്രവൃത്തിയെ നിങ്ങളോട് പറയും. ഇന്നുവരെ കർത്താവ് വിശ്വസ്തയോടെ ഈ വിധം പ്രവർത്തിച്ചിട്ടുണ്ട് സഹോദരങ്ങളെ. അത് നിങ്ങൾക്ക് വേണ്ടിയും കർത്താവ് പ്രവർത്തിക്കും. നിങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി, തലമുറകൾക്ക് വേണ്ടി കർത്താവ് ഇതുപോലെ പ്രവർത്തിക്കും. അതിൽ ഒരു സംശയം ആർക്കും വേണ്ട. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 17:10 വരുമ്പോൾ എന്താ പറയുന്നത്? ഏലിയ സറഫ്തിലേക്ക് മടങ്ങി പട്ടണ കവാടത്തെത്തിയപ്പോൾ ഒരു വിധവ വിറക് ശേഖരിക്കുന്നത് കണ്ടു. അവൻ അടുത്ത് ചെന്ന് കുടിക്കാൻ ഒരു പാത്രം വെള്ളം തരിക എന്ന് പറഞ്ഞു. എന്നിട്ട് എന്താ പറഞ്ഞത്? അവൾ പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവാണ്, എൻ്റെ കയ്യിൽ അപ്പമില്ല, ആകെയുള്ളത് കലത്തിൽ ഒരു പിടി മാവും ഭരണിയിൽ അല്പം എണ്ണയുമാണ്. നമുക്ക് ആ ഭാഗങ്ങളൊക്കെ അറിയാം. 14-ാം വചനത്തിലേക്ക് വരുമ്പോൾ എന്താ സംഭവിച്ചത്? 14-ാം വചനത്തിലോട്ട് വരുമ്പോൾ എന്തെന്നാൽ താൻ ഭൂമിയിൽ മഴ പെയ്യിക്കുന്നത് വരെ കലത്തിലെ മാവ് തീർന്നു പോവുകയില്ല, ഭരണിയിൽ എണ്ണ വറ്റുകയുമില്ല എന്ന് ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. ഇതൊരു പ്രോമിസാണ്. കർത്താവ് ഒരു പ്രോമിസ് കൊടുക്കുകയാണ്. ആ പ്രോമിസ് വിശ്വസിച്ചു. അവളുടെ കലത്തിൽ ആകെയുള്ളത് ഒരു പിടി മാവ്, ഒരു തുള്ളി എണ്ണ. അതെടുത്തു ഒരു അപ്പം ഉണ്ടാക്കി തൻ്റെ പ്രവാചകനായ ഏലിയാവിന് കൊടുക്കുക. എൻ്റെ സഹോദരങ്ങളെ, ആ പ്രവാചക ശുശ്രൂഷയിലൂടെ ആ പ്രോമിസ് വിശ്വസിച്ചത് മൂലം ആ കഠിനമായ ക്ഷാമത്തിൻ്റെ നാളുകളിൽ ആ കുടം മുഴുവനെയും കർത്താവ് പരിപാലിച്ചു. ആ കലത്തിൽ നിങ്ങോട്ട് നോക്കി നിങ്ങൾ, ആ ഒരു പിടി മാവ് എടുത്ത നിമിഷത്തിൽ അടുത്ത പിടി മാവ് അവിടെ വന്നു. ആ മാവ് എടുത്തിട്ട് അടുത്ത പിടി മാവ് വന്നു. വീണ്ടും മാവ് എടുത്തു കഴിഞ്ഞപ്പോൾ അടുത്ത പിടി മാവ് വന്നു. ആകെ ഒരു പിടി മാവുള്ളൂ. ആ ഒരു പിടി മാവ് തീർന്നു പോകുന്നില്ല. വീണ്ടും വീണ്ടും കർത്താവ് അത് ഫില്ല് ചെയ്യുകയാണ്. അത് നിറച്ചുകൊണ്ടിരിക്കുകയാണ്. ആകെ ഒരു തുള്ളി എണ്ണ ഭരണിയിലുള്ളൂ. ആ ഒരു തുള്ളി എണ്ണ എടുത്തപ്പോൾ വീണ്ടും അത് സ്ഥാനത്ത് വീണ്ടും ഒരു തുള്ളി വന്നിരിക്കുന്നു, വീണ്ടും ഒരു തുള്ളി വന്നിരിക്കുന്നു. കർത്താവ് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതുപോലെ നിന്റെ ആവശ്യങ്ങൾ നിന്നെ നിറയ്ക്കുവാൻ ഒരു പിടി മാവും ഒരു തുള്ളി എണ്ണയും നിന്റെ കുടുംബത്തിന്, നിന്റെ മക്കൾക്ക്, നിന്റെ തലമുറകൾക്ക്, ദൈവം നമ്മളെ ഏൽപ്പിച്ച ശുശ്രൂഷകൾക്ക് നൽകുവാൻ കർത്താവ് വിശ്വസ്തനാണ്. യഹോവ ജയറയാണ് നമ്മുടെ കർത്താവ് എന്ന് വിശ്വസിച്ച് നിങ്ങളൊരു 3 പ്രാവശ്യം ഉച്ചത്തിൽ ഹല്ലേലൂയ പറഞ്ഞേ. കലത്തിലെ മാവ് തീരില്ല,
ഭരണിയിൽ എണ്ണ പറ്റില്ല. കലത്തിലെ മാവ് തീരില്ല, ഭരണിയിൽ എണ്ണ വറ്റില്ല. വാഗ്ദാനങ്ങൾ മാറില്ല, കണ്ണീരൊന്നും പാഴല്ല. വാഗ്ദാനങ്ങൾ മാറില്ല, കണ്ണീരൊന്നും പാഴല്ല. കലത്തിലെ മാവ് തീരില്ല, ഭരണിയിൽ എണ്ണ വറ്റില്ല. എപ്പോഴും എന്റെ സഹോദര സഹോദരി, ഒരു പിടി മാവ് നിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി കർത്താവ് എപ്പോഴും അവശേഷിപ്പിക്കും. ഒരു തുള്ളി എണ്ണ എപ്പോഴും കർത്താവ് നിനക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട്. നമ്മൾ വട്ടം കറങ്ങി നശിച്ചു പോകാൻ കർത്താവ് അനുവദിക്കില്ല. ഈ സത്യം വിശ്വസിക്കുക, കർത്താവിന്റെ പ്രോമിസിൽ വിശ്വസിക്കുക. യഹോവ ജയറയായി നമ്മുടെ മധ്യേ കർത്താവുണ്ട്. ആ കർത്താവിന് മുറുകെ പിടിക്കുക. നിരന്തരം കർത്താവിനെ നമുക്ക് ആശ്രയിക്കാം. എൻ്റെ സഹോദരങ്ങളെ, കർത്താവ് നിങ്ങളെ നിരന്തരം പരിപാലിക്കുകയും നിങ്ങളുടെ ആവശ്യങ്ങളിൽ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ.